കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ ആരും കാണാതെ നിൻ പാദങ്ങൾക്കടിയിൽ സ്പർശനമേറ്റു ഞാൻ കിടന്നെങ്കിൽ ആരും കാണാതെ നിൻ പാദങ്ങൾക്കടിയിൽ സ്പർശനമേറ്റു ഞാൻ കിടന്നെങ്കിൽ ആത്മരക്ഷയ്ക്കായി നിൻ ത്യാഗത്തിൻ വഴിയിൽ പ്രേക്ഷിതനായി ഞാൻ മാറിയെങ്കിൽ തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ നിൻ കണ്ണുനീരൊന്നു തുടച്ചു മാറ്റിടുവാൻ എൻ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ
നിൻ കണ്ണുനീരൊന്നു തുടച്ചു മാറ്റിടുവാൻ എൻ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ എൻ്റെ നിസ്സാരതയും നിസ്സഹായതയും എളിയവനായെന്നെ മാറ്റിയെങ്കിൽ തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ തിരുമുഖഛായയിൽ മറഞ്ഞിരിക്കാനൊരു മണൽത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിൻ ഉള്ളം കയ്യിൽ ഞാനിരുന്നെങ്കിൽ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാ ഗുണങ്ങളുടെയും സ്രോതസ്സായിട്ടാണ് എളിമയെ വിശേഷിപ്പിക്കുക. മദർ ഓഫ് ഓൾ വെർച്യൂസ്. സ്നേഹമുള്ളവരെ, ദൈവവചനത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, കടന്നു പോകുമ്പോൾ എളിമയെക്കുറിച്ച് നമുക്കിത് ഇങ്ങനെയാണ് മനസ്സിലാക്കുക. സന്തോഷത്തോടെ ദൈവഹിതം നിറവേറ്റുന്ന ഒരവസ്ഥയ്ക്കാണ് എളിമ എന്ന് പറയുക. നമ്മൾ സീറോ ആകുക, നമ്മുടേതായിട്ടുള്ള ഈഗോ അത് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കുക, ദൈവത്താൽ നിറയപ്പെടുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മാത്രമായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, അത് ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ് എളിമ എന്ന പുണ്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇനി തിന്മകൾ എന്തെങ്കിലും വന്നാൽ അതെല്ലാം നന്മയാക്കി ദൈവം മാറ്റുമെന്നുള്ളൊരു പ്രത്യാശയിൽ ജീവിക്കുക. പരാതികൾ കൂടാതെ ജീവിക്കുക, മുറുമുറുക്കാതെ ജീവിക്കുക. ഇതിനൊക്കെയാണ് നമ്മളെ എളിമയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ നിലനിൽപ്പും ഈശോയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണവും എല്ലാം, ഈ ലോകത്തിലേക്ക് വന്നതെല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വന്തമായൊരു അജണ്ടയോ സ്വന്തമായൊരു തീരുമാനങ്ങളോ നടപ്പാക്കാനായിട്ടല്ല ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും എളിമയെന്ന് പറയാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ എളിമയെക്കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ക്രിസ്തു മനുഷ്യനായി പിറന്നത്, കാലിത്തൊഴുത്തിൽ പിറന്നത്, അതുപോലെ തന്നെ കുരിശിൽ മരിച്ചത്, കുർബാനയായി തീർന്നത്, ഇതെല്ലാം എളിമയുടെ വലിയ ഉദാഹരണങ്ങളാണ്. വിശുദ്ധ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഏറ്റവും അധികം ധ്യാനിച്ച ക്രിസ്തുവിൻ്റെ മെഡിറ്റേഷൻസിനാണ് ഇതറിയപ്പെടുക. കാലിത്തൊഴുത്തിലെ യേശു, കാൽവരിയിലെ യേശു, കുർബാനയിലെ യേശു. യേശുവിൻ്റെ എളിമപ്പെടുത്തലിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളാണ് നമ്മളിവയിലൂടെ കാണുക. ശരിയായ എളിമ എന്ന് പറഞ്ഞാൽ, ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ, തിന്മകളോ വിപരീതമായൊരു കാര്യങ്ങൾ സംഭവിച്ചാലോ നമ്മൾ അവിടെയും ദൈവകരം കണ്ടുകൊണ്ട് അവിടെയും ദൈവത്തിൻ്റെ ഇടപെടൽ കാണുന്ന ഒരു അവസ്ഥയാണ് എളിമ. ജോസഫ് എന്താ ചെയ്യുക? ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ നമ്മളിങ്ങനെയാണ് കാണുക. ജോസഫ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട്, സഹോദരർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് വിറ്റത്, നിങ്ങളല്ല ഇതൊന്നും ചെയ്തത്, ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ക്ഷാമകാലത്ത് സുരക്ഷിതരായിരിക്കും. നമ്മുടെ മാത്രം ചുറ്റുപട്ട് കണ്ട് ആ
സംഭവിക്കുന്ന കാര്യങ്ങളെ മാത്രം അവലോകനം ചെയ്ത് ഇവനാണ്, ഇവളാണ്, അവനാണ്, അവളാണ്, എൻ്റെ അപ്പനാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഭർത്താവാണ് എൻ്റെ തകർച്ചയുടെ കാരണം, എൻ്റെ മാതാപിതാക്കളാണ് എന്നെ, എൻ്റെ കഴിവുകൾ മനസ്സിലാക്കുക, അതനുസരിച്ച് എന്നെ മുമ്പോട്ട് നയിക്കാത്തു എന്നുള്ള ചിന്തിച്ച് പരിഭവപ്പെട്ടും പരാതിപ്പെട്ടും ഇരിക്കുന്ന എത്രയോ ജന്മങ്ങളുണ്ട്, എത്രയോ മക്കളുണ്ട്. കാരണം ആ പരിമിതമായ ചുറ്റുവട്ടത്തിൽ മാത്രം നമ്മളെ തന്നെ ഒതുക്കുമ്പോൾ ദൈവകരം ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ജോസഫിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ജീവിത സാഹചര്യങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം അവനെ എളിമപ്പെടുത്തുന്ന ഒരു വ്യക്തി, അല്ലെ എളിമപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ചുറ്റുവട്ടത്തിലുള്ള സാഹചര്യങ്ങളല്ല അവനെ തകർക്കുക, അവൻ ആ തകർക്കാനായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എളിമ എന്താണെന്ന് നമ്മൾ ചെറിയ രീതിയിൽ കണ്ടു. എങ്ങനെയാണ് ഈ എളിമ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പുതിയതായിട്ടൊരു മെത്തേഡൊന്നുമല്ല, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്രാവശ്യം. എളിമ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. നന്ദി പറഞ്ഞു തുടങ്ങുക, താങ്ക് യു പറഞ്ഞു തുടങ്ങുക, കൃതജ്ഞതാഭരിതരാവുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നന്ദി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയാണെന്ന് വരിക, ഒരു 3, 4, 5 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. പൊത്തി ഒരു ഉടുപ്പ് ഇട്ടിട്ട് വന്നിട്ട് പറയാ, എൻ്റെ ഉടുപ്പ് കണ്ടോ, എൻ്റെ ഉടുപ്പ് കണ്ടോ, എത്ര നല്ല ഉടുപ്പാ, ഭംഗിയുള്ള ഉടുപ്പാ. അവളതിൻ്റെ ഗമ കളിക്കുകയാണെങ്കിൽ, ആ ഉടുപ്പിനെ ചൊല്ലി എന്താ പറയുക, വലിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു അഹങ്കാരമായിട്ട് വേണേൽ കണക്കാക്കാം. മറിച്ച് അതേ കുട്ടി എൻ്റെ ഉടുപ്പ് കണ്ടോ, എൻ്റെ അപ്പച്ചൻ തന്നതാണെന്ന് പറഞ്ഞാൽ, അത് ആ അപ്പന് ക്രെഡിറ്റ് കൊടുത്താൽ, അപ്പൻ വാങ്ങി തന്ന ഉടുപ്പാണെന്ന് പറഞ്ഞ് ആ അപ്പന് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അത് വലിയ എളിമയിലേക്ക് വരുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞത് പലപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഉദാഹരണമാകാം. എന്നിരുന്നാലും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവം തന്നതാണെന്ന് പറയുമ്പോൾ, ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നന്ദിയോടെ ജീവിക്കുമ്പോൾ, അത് നമ്മൾ ഘോഷിക്കുമ്പോൾ നമ്മൾ എളിമ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എളിമ പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാ കാര്യങ്ങളിലും പറയുന്നത്, പിതാവ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്, പിതാവ് ചെയ്യുന്നത് കാണുന്നതും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവിടുന്ന് പിതാവിനോടുള്ള ആ സ്നേഹത്താൽ നിറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പറയുന്നത് എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തമായൊരു കാര്യങ്ങളോ അർജൻറ്റയായിട്ട് ഈശോ വന്നതേ ഇല്ല. അതാണ് എളിമ ഈശോ പ്രാക്ടീസ് ചെയ്ത രീതി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പഞ്ചാബിൽ അച്ഛനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് കരിസ്മാറ്റിക് പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും അല്ലെ വില്ലേജുകളിലൊക്കെ പോയി, ഗ്രാമങ്ങളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തി വരാറുണ്ടായിരുന്നു. പലപ്പോഴും പല വൈദികരെക്കാളും ഉറക്കെ പ്രാർത്ഥിക്കുകയും ഹീലിങ്ങിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ഒരാളുടെ തലവേദന പോലും മാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എന്നാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു സൗഖ്യം കിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ സൈക്കിളിൽ ചവിട്ടി വരികയാണ് തിരിച്ച് ആശ്രമത്തിലേക്ക്, പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്. ആശ്രമത്തിനോട് അടുക്കാറായപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വോയിസ് കേൾക്കാനിടയായി. തോമസേ, എന്നും നീ തന്നെ ശൂന്യനാക്കി എൻ്റെ യേശുവിലൂടെയാണ്, അല്ലെ യേശുവാണ് ഈ അത്ഭുതം ചെയ്തതെന്ന് പറയത്തക്കവണ്ണം നീ എളിമപ്പെടുന്നു, അന്ന് നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന്. ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ് പൂർത്തിയായത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എളിമ പഠിക്കുമ്പോൾ, എളിമ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എളിമ എന്താണെന്നും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും നമ്മൾ നിസ്സാരമായ രീതിയിൽ കണ്ടു. ഇനി ആ എളിമയുടെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് നമ്മൾ കാണാൻ പോകുക. ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
സാത്താനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എളിമയുടെ ഗുണം. സാത്താൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചയാളാണ്. അവൻ ദൈവത്തിൻ്റെ സിംഹാസനവും സ്വർഗരാജ്യവും എന്നതാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ആളാണ്. അതിനുവേണ്ടിയാണ് അവൻ്റെ ശ്രമം മുഴുവൻ. അങ്ങനെ ദൈവത്തോട് മല്ലിട്ട് സ്വയം ദൈവമാണെന്ന് കരുതുന്ന അവസ്ഥയ്ക്കാണ് ഈ അഹങ്കാരം എന്ന് പറയും. ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാം വചനം വരെയുള്ള നമുക്കറിയാം, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായിട്ട് പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മർത്യരുടെ സ്വഭാവം സ്വീകരിക്കുകയാണ്, മനുഷ്യനായിട്ട് പിറക്കുകയാണ്. എത്ര വലിയ ഹ്യൂമിലിറ്റിയാണ് അവിടെ കാണുന്നത്. മരണമില്ലാത്തവന് ശരീരമില്ലാത്തവന് ശരീരമെടുക്കുന്നു, മരണമില്ലാത്തവൻ മരിക്കാൻ റെഡിയാവുന്നു. ഇതൊക്കെ ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ എക്സിബിഷനാണ്, റെവലേഷനാണ്. ഗോഡ് ഈസ് റിവീലിംഗ് ദ ഹയസ്റ്റ് ഓഫ് ഹ്യൂമിലിറ്റി ഇൻ ദ മേഞ്ചർ. ആ പുൽക്കൂട്ടിൽ ലോകത്തിൽ കാണാൻ പോകുന്നതിലും വെച്ച് ഏറ്റവും വലിയ എളിമയുടെ ഉദാഹരണമാണ് ദൈവം നമ്മളെ കാണിച്ചു തരിക. അവിടെ സാത്താൻ്റെ തല തകർക്കപ്പെടുക. സാത്താൻ വിചാരിച്ചിരുന്ന അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറയുന്ന പോലെ നടക്കുമെന്നാണ്. അതിനോട് തകർന്നരിപ്പണമാകുകയാണ്. പരിശുദ്ധ അമ്മയുടെ താഴ്മ, സർവശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. മാതാവ് പറയുന്നു, നോക്കിക്കേ, ഹേവായിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാത്താനോട് കൂടെ നിൽക്കാതെ ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തിന് യേശു പറഞ്ഞ് മനുഷ്യപുത്രൻ്റെ അമ്മയായ മാറിയ മറിയം ഓരോ പക്ഷേ അഹങ്കാരത്താൽ നിറയാമായിരുന്നു. പക്ഷേ അമ്മ പറയുന്നത് എന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തിരക്കൺ പാർത്തു എന്നാണ് പറയും. സ്നേഹമുള്ളവരെ, എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കാണുക മാതാവിൽ. ആ മാതാവിലൂടെയാണ് ഈശോ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറക്കുക. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈശോ പറയണ, എന്നിൽ നിന്ന് പഠിക്കുവൻ. നേരിട്ട് കർത്താവ് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞൊരു കാര്യം എളിമയാണ്. ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണെന്ന കർത്താവ്. ഹംബിൾ ഓഫ് ഹാർട്ട്. ആ വിനയം, എളിമ യേശുവിൽ നിന്ന് നമ്മൾ പഠിക്കണം. കുരിശിലെ യേശുവിനെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. നഗ്നനാക്കപ്പെട്ട് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് പിടഞ്ഞു മരിക്കുന്ന ഈശോ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നികൃഷ്ടമായ ഒരു മരണമാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത ഒരു തരത്തിലുള്ള മരണം. സ്വന്തം അമ്മയുടെ മുമ്പിൽ നഗ്നനാക്കപ്പെട്ട്, ലോകത്തിന് മുമ്പിൽ നഗ്നനാക്കപ്പെട്ട്, സർവശക്തനായ ദൈവമാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട് ഇപ്രകാരം ലജ്ജാകരമായ ഒരു മരണത്തിന് വിധേയനാവുക. എത്രമാത്രം വലിയ എളിമയാണ്. വാക്കുകൊണ്ട് പോലും ഒന്ന് തിരിച്ചു പറയാതെ, ഞാൻ തെറ്റുകാരനല്ലെന്ന് വിളിച്ചു പറയാതെ ആ കുരിശിലെ മരണം ഏറ്റുവാങ്ങുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. എളിമയുടെ ഏറ്റവും വലിയ പാഠമാണ് കുരിശ് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈശോ പറയണേ, ഒരാളോടും പരാതി പറയാതെ, നീയൊക്കെ കാരണമാണ് എനിക്കിത് ഈ കുരിശ് കിട്ടിയെന്ന് പറയാതെ, പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വന്തമാക്കുന്ന ഈശോ. എന്നിട്ട് അതാണ് നമ്മളെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, പഠിക്കുന്ന ഈശോയിൽ നിന്ന്. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യത്തിലേക്കും കൂടെ നമുക്ക് കടക്കാം. അവിടെ നമ്മൾ കാണുന്ന എന്താണ്? ദിവ്യകാരുണ്യത്തിൽ തന്നെ താഴ്ത്തുന്ന ഈശോയെ ഒരപ്പ കഷ്ണമായിട്ട് മാറുക, എന്നോടും നിന്നോടും ഒന്നാകാൻ വേണ്ടി. എത്ര വലിയ എളിമയാണ് അവിടെ കാണുക. ഒരു ഉറുമ്പിന് വരെ വന്നിട്ട് തിന്നു തീർക്കാൻ പറ്റുന്ന ഒരു അത്രമാത്രം സിംപ്ലിസിറ്റിയിലേക്കും ഹ്യൂമിലിറ്റിയിലേക്കും ദൈവം തന്നെ താഴ്ത്തുകയാണ്, ഇല്ലാതാക്കുകയാണ്, ശൂന്യവൽക്കരിപ്പെടുക. നിന്റെ നാവിൽ അലിയുന്ന ഒരു അപ്പ കഷ്ണമായി മാറാൻ വേണ്ടി. എത്ര വലിയ എളിമയാണ്, താഴ്മയാണ്, ഇല്ലാതാകല, ശൂന്യവൽക്കരണമാണ്. ഇതാ ഈശോ നമ്മൾ പറയും, ഇല്ലാതാവണം. ഞാനെന്ന വ്യക്തിയിലെ ഞാനെന്ന ഭാവം ഇല്ലാതാവണം. ദൈവമാണ്, ദൈവത്തിന് മാത്രം മഹത്വമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എളിമയിലേക്ക് കടന്നു വരിക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്തൊക്കെ നന്മകളാണ് ഈ എളിമ പ്രാക്ടീസ് ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് ലഭിക്കാൻ നമുക്ക് കാണാം. ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക, എളിമപ്പെട്ടാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, സുവിശേഷത്തിൽ കർത്താവ് ഒരു ബാലകനെ പിടിച്ച് ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ നിങ്ങളാകുന്നില്ലെങ്കിൽ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്നാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ
നമുക്ക് എളിമ വേണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശിശുവിനെ പോലെ ആയേ പറ്റൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ കാണുക, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ശുശ്രൂഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, ശുശ്രൂഷിക്കപ്പെടാനായിട്ടല്ല. ഒരു സേവകനായിട്ടാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുക. I have come to serve, not to be served, but to serve. നമുക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെങ്കിൽ, തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിട്ട് കൊടുക്കണമെങ്കിൽ എളിമ എന്ന പരമമായ പുണ്യം കൂടിയേ തീരും. ഇല്ലാതെ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അവരുടെ മേൽ ശാസനം നടത്തുന്നവരാവും, റൂൾ ചെയ്യുന്നവരാവും. റൂളിങ് ഓവർ സമ്മൺ, ദാറ്റ് ഈസ് നോട്ട് ദ നേച്ചർ ഓഫ് ഹ്യൂമിലിറ്റി. അവരുടെ ശുശ്രൂഷകനായി സേവകനായി മാറുന്നതാണ് യഥാർത്ഥത്തിലുള്ള എളിമ. പ്രൈസ് ദ ലോർഡ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും, എളിമപ്പെട്ടാൽ മാത്രമേ സന്തോഷത്തോടെ സഹിക്കാൻ പറ്റുള്ളൂ. ടു സഫർ യു നീഡ് ഹ്യൂമിലിറ്റി. ടു ഫോർഗീവ്, ക്ഷമിക്കാനായിട്ട് നമുക്ക് എളിമ വേണം. പിന്നെ അനുസരിക്കാനായിട്ട് എളിമ വേണം. എളിമയില്ലാത്തവന് അനുസരിക്കാൻ പറ്റും. ഇനി ക്ഷമയ്ക്ക് ആരോടെങ്കിലും ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്ന് തന്നെ താഴ്ത്താതെ, ഒന്ന് കുനിയാണ്ട്, ഒരു സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി നിൽക്കാണ്ട് ആരോടെങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? എളിമയില്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, ഞാൻ പണ്ടേ ക്ഷമിച്ചതാ, അവന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കട്ടെ. ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളെ. പണ്ടേ ക്ഷമിച്ചതാ. അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കണമെങ്കിൽ നമ്മൾ പറയും വേറെ വല്ലവരും അതിന് കണ്ടുപിടിക്കണം, ഞാൻ പോവില്ല. നമ്മളങ്ങോട്ട് താഴില്ല. ഞാനാണോ ക്ഷമ ചോദിക്കണ്ടേ? അവനല്ലേ തെറ്റ് ചെയ്തേ? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും. എളിമപ്പെട്ടാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും, സഹിക്കാൻ സാധിക്കും, അനുസരിക്കാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ നിമിഷങ്ങളിൽ ധ്യാനിച്ച ക്രിസ്തുവിൻ്റെ എളിമ, ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ആ സ്ഥലങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മൾക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയോട്. കർത്താവേ, നമ്മൾ ഈ ധ്യാനിച്ചതായിട്ടുള്ള എളിമ എന്താണെന്നും എങ്ങനെ എളിമയെ പ്രാക്ടീസ് ചെയ്യണമെന്നും ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താമെന്നും അതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്താണെന്നെല്ലാം നമ്മളിപ്പോൾ കണ്ടു. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ് ഈ നിമിഷങ്ങളെ ഓർത്ത്. കർത്താവേ, നീ ഞങ്ങളോട് പഠിപ്പിച്ചതുപോലെ നിന്നിൽ നിന്നും എളിമ എന്താണെന്ന് പഠിക്കുവാനും ആ സ്വർഗീയ നന്മയെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് കണ്ട് സ്വന്തമാക്കാനും സ്വജീവിതത്തിൽ കർത്താവ് നീ പഠിപ്പിച്ചതുപോലെ എളിമപ്പെട്ട് തന്നെ ശൂന്യനാക്കി മറ്റുള്ളവരിൽ നന്മ കണ്ട് ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവ് ഒരു ദൈവബദലായി ജീവിക്കുവാൻ, എൻ്റെ ആഹാരം നിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതാണെന്ന് യേശുനാഥനോട് ചേർന്ന് പറയത്തക്ക വിധം എളിമപ്പെട്ടുകൊണ്ട്, മാതാവിനെ പോലെ എളിമപ്പെട്ടുകൊണ്ട്, മോശയെ പോലെ എളിമപ്പെട്ടുകൊണ്ട് കർത്താവ് ജീവിക്കുവാൻ കൃപയാകണമേ. കാലിത്തൊഴുത്തിലും കാൽവരിയിലും കുർബാനയിലും നീ കാണിച്ചു തന്ന എളിമയുടെ പാഠം ജീവിതത്തിൽ ഉൾക്കൊണ്ട് കർത്താവ് പുതിയൊരു സൃഷ്ടിയായി എളിമയുടെ ഉദാഹരണമായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം